ഇന്ന് ബോളിവുഡ് അറിയപ്പെടുന്നത് റീമേക്ക് വുഡ് എന്നാണ്. കാരണം ഏതു സിനിമ കണ്ടാലും ഒന്ന് റീമേക്ക് ചെയ്യാൻ അവർക്ക് തോന്നും. പക്ഷെ അതിൽ പലതും തിയേറ്ററുകളിൽ ബോംബായി മാറുകയും ചെയ്യും. അതിൽ ഏറ്റവും പ്രശസ്തനാണ് കിലാടി കുമാർ, അക്ഷയ് കുമാർ. മറ്റു നടന്മാരും അതിലൊട്ടും പിന്നിലല്ല. സൗത്തിൽ ഒരു സിനിമ ഹിറ്റായാൽ അത് റീമേക്ക് ചെയ്യുക എന്നത് ബോളിവുഡിന്റെ അവകാശം പോലെയാണ് ഇപ്പോൾ. പക്ഷേ OTTയിൽ ഇറങ്ങിയ ഒറിജിനൽ സിനിമകൾ എല്ലാവരും തന്നെ കാണുന്നത് കൊണ്ട് തിയേറ്ററുകളിൽ റീമേക്കുകൾക്ക് വലിയ പ്രസക്തി ഉണ്ടാകില്ല. തുച്ഛം റീമേക്ക് സിനിമകൾ മാത്രമാണ് വമ്പൻ ഹിറ്റുകളായി അവിടെ മാറിയത്. എന്നാൽ പണ്ട് അങ്ങനെ ആയിരുന്നില്ല. അന്ന് ബോളിവുഡിൽ നിന്നുമാണ് പല സിനിമകളും സൗത്തിലേക്ക് റീമേക്ക് ചെയ്തത്. അമിതാഭ് ബച്ചനെ പോലെയുള്ള സൂപ്പർ സ്റ്റാറുകളുടെ പല സിനിമകളും പല ഭാഷകളിലായി സൗത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ മലയാളത്തിലേക്ക് കൊണ്ടുവന്ന ബോളിവുഡ് സിനിമകളെ കുറിച്ചാണ് നാം ഇന്ന് സംസാരിക്കുന്നത്. അവിടെയും കണ്ടു ഇവിടെയും കണ്ടു. 2007 ഇന്ദ്രകുമാർ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ഹിന്ദി ചിത്രമായ ധമാലിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു. റെഡ് ബട്ടൺ ഹേ, അതൊരിക്കലും അമർത്താൻ പാടില്ല. ത്രീ കിങ്സ് ആയിരുന്നു ആ സിനിമയുടെ മലയാളം റീമേക്ക്. റിതേഷ് ദേശ്മുഖ്, അർഷാദ് വാസി, ജാവേദ് ജാഫ്രി എന്നിവരായിരുന്നു അവിടെയെങ്കിൽ ഇവിടെ കുഞ്ചാക്കോ ബോബൻ, ജയസൂര്യ, ഇന്ദ്രജിത്ത് എന്നിവരായിരുന്നു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. VK പ്രകാശാണ് ചിത്രം സംവിധാനം ചെയ്തത്. ആ സിനിമയാണെങ്കിലോ 1963 ഹോളിവുഡ് സിനിമയായ ഇറ്റ്സ് മാഡ് 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 വേൾഡ് എന്ന സിനിമയിൽ നിന്നും ഇൻസ്പയർ ചെയ്താണ് ഉണ്ടാക്കിയത്. ധമാൽ സിനിമ ഹോളിവുഡ് സിനിമയുടെ എക്സാക്ട് കോപ്പിയടിയാണ്. പല സീനുകളും അതുപോലെ തന്നെയാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ ത്രീ കിങ്സ് സിനിമ ധമാലിന്റെ കോപ്പിയടിയാണ്. ധമാലിൽ അവർ ആഡ് ചെയ്ത പല കാര്യങ്ങളും ത്രീ കിങ്സിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. കൂടാതെ ത്രീ കിങ്സിൽ മലയാളി പ്രേക്ഷകർക്ക് വേണ്ടി പല ചേഞ്ചസും വരുത്തിയിട്ടുമുണ്ട്. 2005 റോഹൻ സിപ്പി സംവിധാനം ചെയ്ത് റിതേഷ് ദേശ്മുഖ്, അഭിഷേക് ബച്ചൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് പുറത്തിറങ്ങിയ ചിത്രമാണ് ബ്ലഫ് മാസ്റ്റേഴ്സ്. Cheers, bro. 2009 VK പ്രകാശ് തന്നെയായിരുന്നു ഈ സിനിമയെ മലയാളത്തിലേക്ക് കൊണ്ടുവന്നത്, ഗുലുമാൽ ദ എസ്കേപ്പ് എന്ന പേരിൽ. പക്ഷെ ഇവിടെ അത് ഹറാമാണല്ലോ. കുഞ്ചാക്കോ ബോബനും ജയസൂര്യയുമായിരുന്നു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഈ രണ്ടു സിനിമകളും കോപ്പി അടിച്ചിരിക്കുന്നത് ഒരു അർജന്റീനിയൻ സിനിമയിൽ നിന്നുമാണ്. 2000 റിലീസ് ചെയ്ത നാൻ ക്യൂൺസ് എന്ന സിനിമയിൽ നിന്നും. പയ്യന്നൂർ പാച്ചൻ പാറശാല പരുമ എന്ന സിനിമയിൽ ജഗതിയും ശ്രീനിവാസനും ഒരു കാശ് കൊള്ളയടിക്കുന്ന രംഗം അതുപോലെ തന്നെ ഈ സിനിമയിൽ കുഞ്ചാക്കോ ബോബനും ജയസൂര്യയും അവതരിപ്പിക്കുന്നുണ്ട്. ഞങ്ങളുടെ കുറച്ച് കാശ് തരാം, ഒന്ന് കൊണ്ടിടണം. നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ഈ പണം അവിടെ എത്തിക്കോ. അതിവിദഗ്ധമായി മറ്റൊരാളുടെ പണം തട്ടിയെടുക്കാൻ ഉപയോഗിക്കുന്ന ഈ ടെക്നിക് സീൻ മറ്റൊരു ഹോളിവുഡ് സിനിമയിൽ നിന്നും കോപ്പി അടിച്ചുകൊണ്ടാണ് മലയാളത്തിൽ ചെയ്തത്. യഥാർത്ഥത്തിൽ 1973 ദ സ്റ്റിംഗ് എന്ന കോമഡി ഡ്രാമ സിനിമയിലെ രംഗമാണത്. നിങ്ങളുടെ കാശുണ്ടെങ്കിൽ അത് ഇങ്ങോട്ട്. പക്ഷെ ആണുങ്ങൾക്ക് സേഫ് ഉണ്ടല്ലോ. 1997 ജൂഹി ചൗളയും ഷാറുഖ് ഖാനും കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് പുറത്തിറങ്ങിയ ചിത്രമാണ് യെസ് ബോസ്. Come on, चलिए पैनी से. What nonsense. Even I don't like exposing. अब मैं नहीं सुनूंगी, मैं जा रही हूँ. रुकिए, आपको पैसे ज्यादा चाहिए ना? मिल जाएंगे. ये पैसे की बात नहीं है, मैं पैसे. Stop this nonsense. ഇതാ മാഡത്തിന്റെ കോസ്റ്റ്യൂം. എന്താ ഇത്? കോസ്റ്റ്യൂം അളവ് കറക്റ്റാ. ഇതിന്റെ ബാക്കി എവിടെ? നോൺസെൻസ്. ഇത്തരം ഡ്രസ്സുകളൊന്നും ഞാൻ ധരിക്കില്ല. അതെ, പണത്തിന്റെ പ്രശ്നമാണെങ്കിൽ മുതലാളിയോട് പറഞ്ഞ് ശരിയാക്കാം. തുണി കുറയും തോറും മണി കൂടും. Stop it. 2005 കുഞ്ചാക്കോ ബോബൻ, മീനാക്ഷി എന്നിവർ അഭിനയിച്ചുകൊണ്ട് ഈ ചിത്രം മലയാളത്തിലേക്ക് കൊണ്ടുവന്നു. ജൂനിയർ സീനിയർ എന്നായിരുന്നു സിനിമയുടെ പേര്. उसे अपना लो सरिता, तुमसे अच्छी माँ और कौन हो सकती है? I beg of you सरिता, please सरिता. ദിലീപ്, റോമ എന്നിവർ അഭിനയിച്ച് 2009 പുറത്തിറങ്ങിയ ചിത്രമാണ് കളേഴ്സ്. 2002 ദിൽ ഹേ തുമാര എന്ന ഹിന്ദി സിനിമയുടെ കോപ്പിയടിയാണ് ഈ ചിത്രം. 2012 സിബി മലയിൽ സംവിധാനം ചെയ്ത ആസിഫ് അലി ചിത്രമാണ് ഉന്നം. 2007 നീൽ നിതിൻ മുകേഷ് നായകനായ ജോണി ഗദ്ദാർ എന്ന സിനിമയുടെ റീമേക്കാണ് ഈ ചിത്രം. ഈ രണ്ട് സിനിമകളും ആസ്പദമാക്കിയിരിക്കുന്നതോ 1963 ദ കറപ്റ്റ് എന്ന ഫ്രഞ്ച് സിനിമയിൽ നിന്നുമാണ്. നിങ്ങളെന്താ ഇവിടെ നിൽക്കുന്നത്? അങ്ങളില്ലേ അകത്ത്?
തൽക്കാലം നീ ഓർബിറ്റ് ഒന്ന് കഴിക്കും, ഒന്ന് ഫ്രഷ് ആവട്ടെ, എന്നിട്ട് ഒറ്റ ശാസ്ത്ര കാര്യം പറ. എം.എ. നിഷാദ് സംവിധാനം ചെയ്ത് 2010 റിലീസ് ചെയ്ത ചിത്രമാണ് ബെസ്റ്റ് ഓഫ് ലക്ക്. ചിത്രത്തിൽ ആസിഫ് അലി, കൈലാഷ്, അർച്ചന കവി, റിമ കല്ലിങ്കൽ എന്നിവരും തമിഴ് താരമായ പ്രഭുവും അഭിനയിച്ചിട്ടുണ്ട്. ഈ സിനിമയ്ക്ക് ഇങ്ങനെയൊരു പേര് കണ്ടെത്താൻ സംവിധായകൻ ഒരുപാട് കഷ്ടപ്പെട്ടു കാണും. കാരണം ഈ ചിത്രം 2009 രോഹിത് ഷെട്ടി സംവിധാനം ചെയ്ത ഓൾ ദ ബെസ്റ്റ് എന്ന സിനിമയുടെ റീമേക്കാണ്. ഓൾ ദി ബെസ്റ്റ്. ഹലോ, ഹായ്. യാരിത്? എന്റെ ഫ്രണ്ടാ മനു. ഞാൻ ഡ്രൈവർ നനച്ചേ. ഒരുപാട് സിനിമകൾക്ക് ആധാരമായ റൈറ്റ് ബെഡ് റോങ് ഹസ്ബൻഡ് എന്ന ഇംഗ്ലീഷ് കോമഡി പ്ലേയുടെ സിനിമാവിഷ്കാരമായിരുന്നു ഈ രണ്ട് ചിത്രങ്ങളും. 2011 കുക്കു സുരേന്ദ്രൻ സംവിധാനം ചെയ്ത മലയാള ചിത്രമാണ് റേസ്. ഈ ചിത്രം 2006 റിലീസ് ചെയ്ത ഡെഡ് ലൈൻ സിർഫ് 26 ഘണ്ടെ എന്ന ഇർഫാൻ ഖാൻ ചിത്രത്തിന്റെ മലയാളം റീമേക്കായിരുന്നു. മകളെ കാണുമ്പോൾ ഓവർ എക്സൈറ്റഡ് ആയി അപകടം ക്ഷണിച്ചു വരുത്തരുത്. किसी तरह की कोई चालाकी की मुझे तुम्हें गोली मारने में कोई प्रॉब्लम नहीं होगी. Shoot you with her daddy's gun. Get your stuff. പക്ഷേ രണ്ട് സിനിമകളും 2002 റിലീസ് ചെയ്ത ട്രാപ്പഡ് എന്ന സിനിമയുടെ അൺഒഫീഷ്യൽ റീമേക്കുകളാണ്. ജഗദീഷ്, സിദ്ദിഖ് എന്നിവരെ കേന്ദ്ര കഥാപാത്രമാക്കി വിജി തമ്പി 2010 സംവിധാനം ചെയ്ത ചിത്രമാണ് ഏപ്രിൽ ഫൂൾ. ഈ ചിത്രവും മറ്റൊരു ഹിന്ദി സിനിമയുടെ റീമേക്കായിരുന്നു. 2007 റിലീസ് ചെയ്ത വിനയ് പാതക് നായകനായ ബേജാഫ്രൈ എന്ന ചിത്രം. ഹിന്ദിയിലേറെ ശ്രദ്ധിക്കപ്പെട്ട ആ സിനിമയുടെ മലയാളം റീമേക്ക് ഒരു ഫ്ലോപ്പ് ചിത്രമായിരുന്നു. ഈ രണ്ട് സിനിമകളും 1998 റിലീസ് ചെയ്ത ഡിന്നർ ഓഫ് ഫൂൾസ് എന്ന ഫ്രഞ്ച് സിനിമയുടെ കോപ്പിയടിയായിരുന്നു. ജയന്തം വിളിക്കുകയാണെങ്കിൽ എന്റെ സ്ഥിരം കക്ഷിയുടെ കൂടെയാണ് ഇന്നത്തെ നൈറ്റ് എന്ന് പറഞ്ഞേക്ക്. അതാരാ സാർ ആ കക്ഷി? നമ്മുടെ റാണിയെ, ആ ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ മുരട്ട് സത്യകാമന്റെ ഭാര്യ. I'm not with Sheetal. Grover जानता है मैं सबीना के साथ हूँ. सबीना मर्चेंट और टैक्स इंस्पेक्टर की बीवी. आप कौन है? हेलो, who's speaking? Hello? Il est avec Madame Brochon. Mais pas du tout, je suis avec la femme de mon contrôleur fiscal. നിങ്ങൾ എന്താ പറയാൻ തുടങ്ങിയല്ലോ, പറയൂ. 2013 റിലീസ് ചെയ്ത ആസിഫ് അലിയുടെ മറ്റൊരു പരാജയ ചിത്രമാണ് കൗബോയ്. എന്നാൽ ഇതേ കഥയുമായി മറ്റൊരു സിനിമ വർഷങ്ങൾക്ക് മുമ്പ് ബോളിവുഡിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. 1999 ഷാറുഖ് ഖാൻ നായകനായി അഭിനയിച്ച ബാദ്ഷാ എന്ന ചിത്രം. പക്ഷേ ബാദ്ഷയും രണ്ട് ഹോളിവുഡ് സിനിമകളുടെ മിക്സറായിരുന്നു. ജാക്കി ചാന്റെ റഷ് അവറും നിക്ക് ഓഫ് ടൈമുമായിരുന്നു ആ രണ്ട് ചിത്രങ്ങൾ. അതിൽ നിക്ക് ഓഫ് ടൈമുമായിട്ടാണ് കൗബോയുടെ സാമ്യം. സർ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. പറയൂ. എന്താ? സർ, മാഡത്തിന്റെ ജീവൻ അപകടത്തിലാണ്. ഈ ഗണ്ണ് ലോഡറാണ്, സാറിന് വേണേ തുറന്ന് പരിശോധിക്കാം. पापा ने इन्हें मैडम को मारने के लिए भेजा है. कि मेटल डिटेक्टर्स के होते हुए भी मेरा ये भरा हुआ रिवॉल्वर अंदर लाओ कैसे किया गया? Sir, how do you know that? I know it because I'm supposed to kill her. Now, how did he get past her security with this gun? എന്താ പറ്റിന്ന് പറഞ്ഞു തൊലക്ക്. ആ പരനാറി എല്ലാം വിളിച്ചു പറഞ്ഞിരിക്കുന്നു. വർഷങ്ങൾക്ക് ശേഷം പ്രിയദർശന്റെ മലയാളത്തിലേക്കുള്ള തിരിച്ചുവരവായിരുന്നു 2014 റിലീസ് ചെയ്ത ആമയും മുയലും എന്ന ചിത്രത്തിലൂടെ. എന്നാൽ ഈ സിനിമ 2006 പ്രിയദർശൻ തന്നെ ഹിന്ദിയിൽ ചെയ്ത ഒരു സിനിമയുടെ റീമേക്കായിരുന്നു. മാലാമാൽ വീക്ക്ലി എന്ന ചിത്രത്തിന്റെ. മലയാള സിനിമയിൽ നന്ദു കൈകാര്യം ചെയ്ത വേഷം ഹിന്ദിയിൽ ചെയ്തത് മലയാള നടൻ ഇന്നസെന്റ് ആയിരുന്നു. ഈ രണ്ട് ചിത്രങ്ങളും പ്രിയദർശൻ കോപ്പിയടിച്ചത് 98 വേക്കിംഗ് നെഡ് എന്ന ഇംഗ്ലീഷ് സിനിമയിൽ നിന്നായിരുന്നു. ഹലോ ചേട്ടാ, ഈ ആന്റണിയുടെ വീട് അറിയാവോ? വേണമെങ്കിൽ ഞാൻ കൂടെ വരാം. ആണോ? ये एंथनी नाम के आदमी का घर कहाँ है? दिखाया आपको एंथनी का घर? हाँ 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 हाँ. 1 मिनट में आते हैं. Would you happen to know a Ned Devine? Well, I can take you to Ned Devine's house if you want. That'd be very good of you. ചില സിനിമകൾ മലയാളത്തിലേക്ക് റീമേക്ക് ചെയ്യുമ്പോൾ കഥയിൽ മാറ്റങ്ങൾ വരുത്താറുണ്ട്. അങ്ങനെ റീമേക്ക് ചെയ്തൊരു സിനിമയാണ്
1999 റിലീസ് ചെയ്ത കുഞ്ചാക്കോ ബോബൻ, ശാലിനി എന്നിവർ അഭിനയിച്ച പ്രേം പൂജാരി എന്ന സിനിമ. 1997 ഷാറുഖ് ഖാൻ, മാധുരി ദീക്ഷിത്, കരിഷ്മ കപൂർ എന്നിവർ അഭിനയിച്ച ദിൽ തോ പാഗൽ ഹെ എന്ന സിനിമയുടെ മലയാളം വേർഷനാണ് പ്രേം പൂജാരി. രണ്ട് സിനിമയുടെയും കോർ പ്ലോട്ട് ഒന്നു തന്നെയാണ്. ഒരു ട്രയാങ്കിൾ ലവ് സ്റ്റോറിയാണ് ചിത്രം പറയുന്നത്. ഹിന്ദിയിൽ അക്ഷയ് കുമാർ ചെയ്ത കഥാപാത്രത്തെയാണ് മലയാളത്തിൽ വിനീത് അവതരിപ്പിച്ചത്. ഈ രണ്ട് സിനിമയിലും ഒരുപോലെയുള്ള പാട്ടുകളും നമുക്ക് കാണാം. അതിന് കാരണം രണ്ട് സിനിമയുടെയും സംഗീത സംവിധാനം ചെയ്തിരിക്കുന്നത് ഒരാളാണ്. ഉദ്ധം സിംഗ് എന്ന ബോളിവുഡ് സംഗീത സംവിധായകനാണ് പ്രേം പൂജാരിയുടെയും സംഗീത സംവിധാനം നിർവഹിച്ചത്. മഞ്ജു വാര്യർ, അനശ്വര രാജൻ എന്നിവർ അഭിനയിച്ച് 2017 റിലീസ് ചെയ്ത ചിത്രമാണ് ഉദാഹരണം സുജാത. ആ സിനിമ 2015 റിലീസ് ചെയ്ത നിൽ ബാറ്റെ സൊന്നാട്ട എന്ന ഹിന്ദി സിനിമയുടെ റീമേക്കാണ്. ഹലോ മാമി, അമ്മ കൂടെ കണ്ടു. अरे आंटी हटो ना, बोर्ड नहीं दिखता. बच्चों 2000 റിലീസ് ചെയ്ത കുഞ്ചാക്കോ ബോബൻ ചിത്രമാണ് പ്രിയം. ആ സിനിമ അമീർ ഖാൻ, ജൂഹി ചൗള എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച് 1993 റിലീസ് ചെയ്ത ഹം ഹെറാ ഹി പ്യാർ കെ എന്ന ഹിന്ദി സിനിമയുടെ റീമേക്കാണ്. നേരെ ഇരുന്ന് പഠിച്ചോളണം. ഇതൊന്നും പഠിച്ചോണ്ടൊന്നും വലിയ കാര്യമില്ല. अब अंडा तो मैंने लिया था. अंडा कहाँ गया मेरा? लो, अभी तो खाया था अंडा. മറ്റൊരു റീമേക്ക് സിനിമയാണ് മമത, പൃഥ്വിരാജ്, ഉണ്ണി മുകുന്ദൻ, റാഷി ഖന്ന എന്നിവർ അഭിനയിച്ച ഭ്രമം എന്ന മലയാള സിനിമ. 2018 ആയുഷ്മാൻ ഖുറാന, തബു എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി വന്ന അന്ധാധുൻ എന്ന ഹിന്ദി സിനിമയുടെ മലയാളം റീമേക്കാണ് ഭ്രമം. अंधा होने की प्रॉब्लम्स तो सबको पता है, फायदा मैं बताता हूँ. कहते हैं क्रैब मीट इज एन एफ्रोडिसियक. स्पेलिंग मत पूछना. ജയൻ, പ്രേം നസീർ എന്നിവരെ കേന്ദ്ര കഥാപാത്രമാക്കി ശ്രീകുമാരൻ തമ്പി എഴുതി സംവിധാനം ചെയ്ത ചിത്രമാണ് നായാട്ട്. ജയൻ പോലീസ് കഥാപാത്രത്തെയും പ്രേം നസീർ ഒരു റൌഡി കഥാപാത്രത്തെയുമാണ് സിനിമയിൽ അവതരിപ്പിച്ചത്. 1980 ചിത്രം റിലീസായത്. നമ്മൾ ഈ ലൊക്കാലിറ്റിയിൽ ഒരു സുൽത്താനാണ്. ഏത്? ഇത് പോലീസ് സ്റ്റേഷനാണ്, അല്ല നിന്റെ ബാപ്പയുടെ വീടല്ല. 1973 അമിതാഭ് ബച്ചൻ ചിത്രമായ ജഞ്ചീറിന്റെ റീമേക്ക് ആയിരുന്നു അത്. അമിതാഭ് ബച്ചൻ, പ്രാൺ എന്നിവരായിരുന്നു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. 1974 തന്നെ തമിഴിൽ MGRഉം തെലുങ്കിൽ NTRഉം ആ സിനിമ റീമേക്ക് ചെയ്തിരുന്നു. ഇത് പോലീസ് സ്റ്റേഷൻ, നീ ബാബുഗഡ് ഇല്ലു. 2013 രാം ചരണിനെ നായകനാക്കി ആ സിനിമ വീണ്ടും റീമേക്ക് ചെയ്തിരുന്നു. മമ്മൂട്ടി, രതീഷ്, സോമൻ, ലക്ഷ്മി, മേനക എന്നിവർ അഭിനയിച്ച് 1983 പുറത്തിറങ്ങിയ ചിത്രമാണ് നദി മുതൽ നദി വരെ. സഹോദരന്മാരിൽ ഒരാൾ പോലീസും മറ്റൊരാൾ ഡോണും എന്നതാണ് ആ സിനിമയുടെ പ്രധാന കഥയും. വിജയാനന്ദായിരുന്നു സിനിമയുടെ സംവിധായകൻ. നിന്റെ കയ്യിൽ ഇപ്പോഴെന്തുണ്ട്? ഐ സേ നത്തിങ്. എന്റെ അമ്മ എന്നോടത്തുണ്ടാവും. 1975 അമിതാഭ് ബച്ചൻ ചിത്രമായ ദീവാറിന്റെ റീമേക്ക് ആയിരുന്നു ആ സിനിമ. തമിഴ്, തെലുങ്ക് ഭാഷകളിൽ മാത്രമല്ല പേർഷ്യൻ, തുർക്കിഷ് ഭാഷകളിലും ആ ചിത്രം റീമേക്ക് ചെയ്തിട്ടുണ്ട്. ഹോങ്കോങ്ങിൽ ആ ചിത്രം 2 പ്രാവശ്യമാണ് റീമേക്ക് ചെയ്തത്. ഹിന്ദിയിലും ആ സിനിമ വീണ്ടും റീമേക്ക് ചെയ്തിരുന്നു. కింద పడ్డ డబ్బు తీసుకోవటం ఇప్పటికీ నాకు అలవాట్లేదు. ഇന്നിക്കോ വിട്ടെറിഞ്ഞ കാശ് മമ്മൂട്ടി, രതീഷ്, രവീന്ദ്രൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ടി ദാമോദരൻ എഴുതി IV ശശി സംവിധാനം ചെയ്ത് 1982 റിലീസ് ചെയ്ത ചിത്രമാണ് ജോൺ ജാഫർ ജനാർദ്ദനൻ. 77 അമിതാഭ് ബച്ചൻ ചിത്രം അമർ അക്ബർ ആന്റണി എന്ന സിനിമയുടെ റീമേക്ക് ആയിരുന്നു ആ ചിത്രം. ഇൻസ്പെക്ടർ ജനാർദ്ദനൻ സ്പീക്കിംഗ്.
ഹലോ പോലീസ് സ്റ്റേഷൻ. അതിൽ വിനോദ് ഖന്ന, ഋഷി കപൂർ എന്നിവരായിരുന്നു മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. നീയാണ് എന്റെ കണ്ണ്, എന്റെ മൂക്ക്, എന്റെ തൊണ്ട. ഐ മീൻ ഈ തമിഴിൽ ശങ്കർ സലീം സൈമൺ എന്ന പേരിലും തെലുങ്കിൽ റാം റഹീം റോബർട്ട് എന്ന പേരിലും രജനീകാന്ത് അടക്കം അഭിനയിച്ചുകൊണ്ട് ആ ചിത്രം റിലീസ് ചെയ്തിരുന്നു. അക്ബർ അമർ ആന്റണി എന്ന പേരിലായിരുന്നു ചിത്രം പാകിസ്ഥാനിൽ റീമേക്ക് ചെയ്തത്. ടി ദാമോദരൻ, IV ശശി ടീമിന്റെ മറ്റൊരു ചിത്രമായിരുന്നു 1980-ൽ ജയൻ അഭിനയിച്ച് പുറത്തിറങ്ങിയ മീൻ എന്ന ചിത്രം. നേരും നേരം കെട്ടൊരു തോണി പോയാ കടൽ കോപിക്കും. ഞാൻ നേരും നേരം കെട്ടോനല്ല. 1978-ലെ തൃശൂൽ എന്ന അമിതാഭ് ബച്ചൻ ചിത്രത്തിന്റെ റീമേക്ക് ആയിരുന്നു ആ സിനിമ. മിസ്റ്റർ ഭരത് എന്ന പേരിൽ ആ ചിത്രം തമിഴിലും തെലുങ്കിലും രജനീകാന്തും റീമേക്ക് ചെയ്തിട്ടുണ്ട്. ഹലോ ശ്യാമ എന്ന പേരിലായിരുന്നു ചിത്രം ശ്രീലങ്കയിൽ റീമേക്ക് ചെയ്തത്. മമ്മൂട്ടിയെ നായകനാക്കി 1986-ൽ കെ മധു സംവിധാനം ചെയ്ത ചിത്രമാണ് ഈ കൈകളിൽ. സീമ, രതീഷ്, ശോഭൻ എന്നിവരൊക്കെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. 1973-ൽ അമിതാഭ് ബച്ചൻ അഭിനയിച്ച് പുറത്തിറങ്ങിയ മജ്ബൂർ എന്ന സിനിമയുടെ റീമേക്ക് ആയിരുന്നു ആ ചിത്രം. പേടിക്കാനൊന്നുമില്ല, നത്തിങ് ടു വറി. ചികിത്സിച്ചാൽ മാറാവുന്നതേ ഉള്ളൂ. രാജ എന്ന പേരിലായിരുന്നു ചിത്രം തെലുങ്കിൽ റീമേക്ക് ചെയ്തത്. ഞാൻ വായ വെപ്പ എന്ന ശിവാജി ഗണേശൻ ചിത്രവും ആ സിനിമയുടെ റീമേക്ക് ആണ്. ആ സിനിമയെ ബേസ് ചെയ്തുകൊണ്ടായിരുന്നു 2008-ൽ ഹിന്ദിയിൽ ജിമ്മി എന്ന സിനിമയും വന്നത്. പക്ഷെ ആ സിനിമയുടെ ഒറിജിനൽ ഹോളിവുഡിൽ നിന്നുമാണ്. ഹോളിവുഡിലെ സിഗ്സാഗ്, സ്വീറ്റ് കോൾഡ് എന്നീ സിനിമകൾ മിക്സ് ചെയ്തുകൊണ്ടാണ് മജ്ബൂർ എന്ന ഹിന്ദി സിനിമ ഉണ്ടാക്കിയത്. 1985-ൽ പ്രിയദർശൻ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ചിത്രമാണ് പറയാനും വയ്യ പറയാതിരിക്കാനും വയ്യ. ശങ്കർ, മമ്മൂട്ടി, മോഹൻലാൽ എന്നിവർ അഭിനയിച്ച ആ ചിത്രം എഴുതിയത് കൊച്ചിൻ ഹനീഫയായിരുന്നു. ഹലോ ഇൻസ്പെക്ടർ, അതെന്റെ തേട്ടാണ്. അതേ വർഷം പുറത്തിറങ്ങിയ അമിതാഭ് ബച്ചന്റെ ഫറാർ എന്ന സിനിമയുടെ റീമേക്ക് ആയിരുന്നു ആ ചിത്രം. 1998-ൽ KB മധു സംവിധാനം ചെയ്ത മലയാളം ചിത്രമാണ് ചിത്രശലഭം. ജയറാം, ബിജു മേനോൻ, കലാഭവൻ മണി, ജോമോൾ എന്നിവരൊക്കെയാണ് ആ സിനിമയിൽ അഭിനയിച്ചത്. ഒരു എഴുത്തുകാരനെന്ന് മറ്റുള്ളവർ വിശേഷിപ്പിക്കും. ഉള്ളിൽ ഭയമാണ് എനിക്ക്. ഞാനൊരു ഡോക്ടർ മാത്രം. ഒരു ഡോക്ടറുടെയും പേഷ്യന്റിന്റെയും കഥയാണ് സിനിമ പറയുന്നത്. 1971-ലെ അമിതാഭ് ബച്ചൻ ചിത്രമായ ആനന്ദ് എന്ന സിനിമയുടെ റീമേക്ക് ആയിരുന്നു ചിത്രശലഭം. ഈ കളിയിലെ മുഴുവൻ കൈഡി നിനക്കുള്ളതാ. എന്റെ ഡയലോഗ് തീർന്നു പോയടാ തോമസൂട്ടി. മുകളിൽ നിന്നാകട്ടെ നമ്മുടെ മത്സരം. ചെന്ന് നല്ലൊരു നാടക സമിതി ഏർപ്പാടാക്ക്. മലയാളത്തിൽ ഡോക്ടറായി ബിജുമേനോനും പേഷ്യന്റായി ജയറാമുമാണ്. ഹിന്ദിയിൽ ഡോക്ടറായി അമിതാഭ് ബച്ചനും പേഷ്യന്റായി രാജേഷ് ഖന്നയുമാണ് അഭിനയിച്ചത്. तो ऊपर ही होगा मुकाबला. चल के बसाओ अपना आनंद फ्लोक और एक अच्छी सी ड्रामा टोली तैयार करो. 1986-ൽ ജെ ശശികുമാർ സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രമാണ് ശോഭരാജ്. ഈ തോക്കിൽ തിരകല്ല എന്നുള്ള വിവരം എനിക്കും നിനക്കും അല്ലാതെ മറ്റാർക്കും അറിയില്ലല്ലോ. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അത് അമിതാഭ് ബച്ചൻ ചിത്രമായ ടോണിന്റെ മലയാളം വേർഷനാണ്. डॉन को पकड़ना मुश्किल ही नहीं, नामुमकिन है. ഞാൻ കീഴടങ്ങാൻ absolutely impossible. सोनिया, ये तुम जानती हो कि ये रिवॉल्वर खाली है. मैं जानता हूँ कि ये रिवॉल्वर खाली है, लेकिन पुलिस नहीं जानती कि ये रिवॉल्वर खाली. ഷാറുഖ് ഖാൻ, NTR, അജിത് കുമാർ, രജനീകാന്ത്, പ്രഭാസ് തുടങ്ങിയവരെല്ലാം തന്നെ ആ സിനിമ റീമേക്ക് ചെയ്തിട്ടുണ്ട്. डॉन को पकड़ना मुश्किल ही नहीं, नामुमकिन है. 10-ലധികം സിനിമകളാണ് 1978-ൽ റിലീസ് ചെയ്ത ആ അമിതാഭ് ബച്ചൻ ചിത്രത്തിൽ നിന്നും ഉണ്ടായത്. ഇതിൽ ബുള്ളറ്റ്സിലെങ്கிறது ഉണക്കും എനക്കും മറ്റും തെരിയും. ഒരു ഡോൺ മരണപ്പെടുകയും രൂപസാദൃശ്യമുള്ള ഒരു സാധാരണക്കാരൻ ഡോണായി മാറുന്നതുമാണ് ആ സിനിമയുടെ പ്രധാന കഥ. இந்த ரிவால்வர் காலி இன்னும் உனக்கு தெரியும், எனக்கும் தெரியும், ஆனா போலீஸ்க்கு தெரியாது. എല്ലാ റീമേക്കുകളിലും ആ കഥ തന്നെയാണ് പറയുന്നത്. ഷാറുഖ് ഖാൻ റീമേക്കിൽ മാത്രം കഥയിൽ മറ്റൊരു വ്യത്യാസം കൊണ്ടുവന്നിരുന്നു. ഒറിജിനൽ സിനിമയുടെ അതേ കഥ പ്രതീക്ഷിച്ചു പോയവർക്ക് ഫറാൻ അക്തർ ഒരു വമ്പൻ ട്വിസ്റ്റ് തന്നെയാണ് ഷാറുഖ് ഖാൻ സിനിമയിൽ ഒരുക്കിയത്. ഡോൺ, വിജയ് എന്നീ കഥാപാത്രങ്ങളെയാണ് ഒറിജിനൽ സിനിമയിൽ അമിതാഭ് ബച്ചൻ അവതരിപ്പിച്ചത്. മലയാളത്തിൽ ധർമ്മരാജ്, ശോഭരാജ് എന്നീ കഥാപാത്രങ്ങളെയായിരുന്നു മോഹൻലാൽ അവതരിപ്പിച്ചത്. 1979-ൽ AB രാജ് സംവിധാനം ചെയ്ത് പ്രേം നസീർ, ജയൻ, ഉമ്മർ എന്നിവർ അഭിനയിച്ച് പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ഇരുമ്പഴികൾ. ഈ ശങ്കരപ്പിള്ളയും കൂട്ടരും ഇവിടുത്തെ പാവപ്പെട്ടവരെ ഞെക്കിപ്പിഴിയുകയാണ്. ആ സിനിമയുടെ ചില ഭാഗങ്ങളും കഥാപാത്രങ്ങളും എല്ലാം തന്നെ അമിതാഭ് ബച്ചൻ ചിത്രമായ ഷോലയിൽ നിന്നും ഇൻസ്പയർ ചെയ്ത പോലെയാണ് തോന്നുക. അമിതാഭ് ബച്ചന്റെ റോളിൽ പ്രേം നസീറും ധർമ്മേന്ദ്രയുടെ റോളിൽ ജയനുമാണ് അഭിനയിച്ചത്. ഗ്രാമം കൊള്ളയടിക്കുന്ന ഗബ്ബർ സിംഗ് പോലെയുള്ള കഥാപാത്രങ്ങളും ബസന്തിയും എല്ലാം തന്നെ ആ സിനിമയിലുമുണ്ട്. കാറ്റിനുള്ളിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ഇവന്റെ കഥ കഴിയുമായിരുന്നു. ഇതുപോലെ മലയാളത്തിലേക്ക് റീമേക്ക് ചെയ്ത മറ്റു ബോളിവുഡ് സിനിമകൾ നിങ്ങൾക്കറിയാമെങ്കിൽ അവ കമന്റ് ചെയ്യുമല്ലോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ ഇതുവരെ കണ്ടതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമല്ലോ. മറ്റൊരു രസകരമായ വീഡിയോയുമായി വീണ്ടും വരാം. പീസ്.